പറഞ്ഞല്ലോ ലാൽനിന വരുമെന്ന. ഇന്ത്യയിൽ കൊടും തണുപ്പ്. ശരിക്കും പറഞ്ഞാൽ തണുത്ത് വിറയ്ക്കുകയാണ് രാജ്യം. കരുതിയിരിക്കുക, ഇനിയും തണുപ്പും മഞ്ഞും വർദ്ധിക്കും. വൈകിയാണെങ്കിലും ഇന്ത്യയിലെ ശൈത്യകാലം കഠിനമുള്ളതാകുകയാണ്. ക്രിസ്മസും ന്യൂ ഇയറും തണുപ്പ് കൂടും. ലാൽനിന എഫക്റ്റ് പ്രകടമായി തുടങ്ങി. കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നതനുസരിച്ച് വടക്കേ ഇന്ത്യയിലും മധ്യ ഇന്ത്യയിലും വരാനിരിക്കുന്നത് കൊടും തണുപ്പിന്റെ ദിനങ്ങളാണ്. ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയാണ് അതിരൂക്ഷമായ കൊടും തണുപ്പും ശീതതരംഗവും ഉണ്ടാകാൻ സാധ്യതയുള്ളത്. ലാൽനിന പ്രതിഭാസം ഉണ്ടാകുന്നത് മധ്യകിഴക്കൻ പസഫിക് സമുദ്രത്തിലെ ഉപരിതല താപനില സാധാരണയേക്കാൾ തണുക്കുമ്പോഴാണ്. ഇത് ഇന്ത്യയിൽ മാത്രമല്ല, ലോകമെമ്പാടുമുള്ള കാലാവസ്ഥയിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കും. വടക്കേ ഇന്ത്യയിലും ഹിമാലയൻ പ്രദേശങ്ങളിലും ലാൽനിനയുടെ സ്വാധീനം മൂലം കനത്ത മഞ്ഞുവീഴ്ചയും ശീതക്കാറ്റും അനുഭവപ്പെട്ടു തുടങ്ങി. കേരളത്തിലും അനുഭവപ്പെടുന്ന തണുപ്പിന് ഒരു കാരണമെന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഇതിന്റെ പ്രതിഫലനം കൂടിയാണ് ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന തണുപ്പും. ഇതുകൂടാതെ പ്രപഞ്ചത്തിൽ മറ്റൊരു മാറ്റവും പ്രകടമാണ്. എൽ നിനോ. ഭൂമിയിൽ അനുഭവപ്പെടുന്ന സവിശേഷ കാലാവസ്ഥാ മാറ്റമാണിത്. ഏതാനും വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം ഭൂമിയിൽ അനുഭവപ്പെടുന്ന സവിശേഷ കാലാവസ്ഥ കൂടിയാണിത്. ഈ പ്രതിഭാസം ഭൂമിയിൽ നിലവിലുള്ള മഴയുടെയും ചൂടിന്റെയും കാറ്റിന്റെയും ഒക്കെ ഗതിയും ദിശയും കാലവും മാറ്റും. ലോകത്തെ നിലവിലുള്ള കാലാവസ്ഥ താപനില വ്യവസ്ഥകളെ തന്നെ മാറ്റിമറിക്കുന്ന പ്രതിഭാസം കൂടിയാണിത്. ഇത് ഭൂമിയിൽ നീണ്ടു നിൽക്കുന്നത് ഏതാനും മാസങ്ങളിലാണെങ്കിലും അതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ വലുതായിരിക്കും. ഗവേഷകർ ഭയപ്പെടുന്ന ഒരു പ്രതിഭാസം കൂടിയാണിത്. ഇതിനു മുമ്പ് 2017-2018 കാലഘട്ടത്തിലാണ് ഇത് റിപ്പോർട്ട് ചെയ്തത്. കേരളത്തിലും അതിശൈത്യവും മഞ്ഞുവീഴ്ചയും അനുഭവപ്പെട്ടു തുടങ്ങി. കേരളം പൂർണ്ണമായും ശൈത്യത്തിന്റെ പിടിയിലാകുന്ന പ്രതീതിയാണ് നിലനിൽക്കുന്നത്. കേരളത്തിൽ വൃശ്ചിക മാസത്തിൽ തണുപ്പ് സ്വാഭാവികമാണ്. എന്നാൽ ഇപ്പോൾ അതല്ല കേരളത്തിലെ സ്ഥിതി. അപ്രതീക്ഷിതമായി വന്ന വലിയ തണുപ്പ് ഒരു രക്ഷയുമില്ല. രാത്രിയും പകലും നല്ല തണുപ്പാണ് മിക്ക ജില്ലകളിലും അനുഭവപ്പെടുന്നത്. പകൽ സമയത്ത് പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥ. മൂടിക്കെട്ടിയ അന്തരീക്ഷം. മാത്രമല്ല, മിക്ക ജില്ലകളിലും സൂര്യപ്രകാശവും തീരെ ഇല്ലാതായി കഴിഞ്ഞു. രാത്രിയിലും പുലർച്ചെയുമായി തണുപ്പ് കൂടുകയാണ്. വയനാട്ടിലും ഇടുക്കിയിലും താപനില 15 ഡിഗ്രി സെൽഷ്യസിന് താഴെയാണ് രേഖപ്പെടുത്തുന്നത്. മൂന്നാറിൽ 10 ഡിഗ്രി സെൽഷ്യസ് താഴെയുമാണ്. തണുപ്പിങ്ങനെ കൂടുന്നത് തന്നെയാണ് രേഖപ്പെടുത്തുന്നത്. പ്രത്യേകിച്ച് പുലർച്ചെ സമയങ്ങളിൽ നല്ല തണുപ്പാണ് അനുഭവപ്പെടുന്നത്. മഞ്ഞുകാലമല്ലേ, അതിൻ്റെയാവും എന്ന് കരുതിയെങ്കിൽ അത് തെറ്റി. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത് പ്രകാരം ഇത് ഡിസംബർ-ജനുവരി കാലയളവിൽ ലാൽനിന പ്രതിഭാസം നിലനിൽക്കും. പിന്നെ അത് കഴിഞ്ഞ് എൽ നിനോ പ്രതിഭാസം ആയേക്കാനും സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. മഞ്ഞുവീഴ്ചയ്ക്കും സാധ്യത കൂടുതലാണ്. എന്തായാലും നിലവിലെ കാലാവസ്ഥ ഹൈറേഞ്ച് മേഖലകളിലെ വിനോദസഞ്ചാരത്തിന് കൂടുതൽ ഉണർവ് നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ക്രിസ്മസ് പുതുവത്സര കാലയളവിൽ മൂന്നാർ, വയനാട്, നെല്ലിയാമ്പതി തുടങ്ങിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ തിരക്ക് വർദ്ധിക്കും. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.